യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ എ വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ കെൽവിൻ, ഓപ്ഷൻ ബി വാട്ട് പെർ സെന്റിമീറ്റർ റൈസ് ടു 4 കെൽവിൻ, ഓപ്ഷൻ സി വാട്ട് പെർ സെന്റിമീറ്റർ കെൽവിൻ റൈസ് ടു 4, ഓപ്ഷൻ ഡി വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ കെൽവിൻ റൈസ്. സോ ഇന്നത്തെ എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്കറിയാം നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും 3 മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ, കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ, റേഡിയേഷൻ ഹീറ്റ് ട്രാൻസ്ഫർ. അതിൽ റേഡിയേഷൻ എന്ന് പറയുന്ന മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിൽ തന്നെ ഒന്നിലധികം ലോസുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഗവേണിംഗ് ലോ ഓഫ് റേഡിയേഷൻ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പറയുന്നത് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ ആണ്. ആ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എന്താണെന്നും ആ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു ദ സെഷൻ. ഓക്കെ, സോ നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് പോകാം. The emissivity power of a black body is P. If its absolute temperature is doubled, then the emissive power becomes. ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ P ആണ്. ബ്ലാക്ക് ബോഡിയുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ ബോഡിയുടെ എമിസീവ് പവർ എത്ര ടൈംസ് ആകും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻ എ 2p, ഓപ്ഷൻ ബി 4p, ഓപ്ഷൻ സി 8p, ഓപ്ഷൻ ഡി 16p. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എന്താണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ നമ്മുടെ റേഡിയേഷൻ എന്ന് പറയുന്ന ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഗവേണിംഗ് ലോ ആണ് എന്ത്? സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ. ഇത് കൂടാതെ ഒന്നിലധികം ലോസുകൾ നമ്മൾ റേഡിയേഷനിൽ പഠിക്കുന്നുണ്ട്. കിർച്ചോഫ്സ് ലോ പഠിക്കുന്നുണ്ട്, വെയിൻസ് ഡിസ്പ്ലേസ്മെന്റ് ലോ പഠിക്കുന്നുണ്ട്, പ്ലാങ്ക്സ് ലോ പഠിക്കുന്നുണ്ട്, ലംബർട്ട് കൊസൈൻ ലോ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ലോസുകൾ നമ്മൾ റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡിൽ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോരോ സെഷനുകളിലായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട റേഡിയേഷന്റെ ഗവേണിംഗ് ലോ ആയ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എന്താണെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. എന്താ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ പറയുന്നത്? ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടോട്ടൽ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ദ ബ്ലാക്ക് ബോഡി. അതായത് ഈ ലോ പറയുന്നത് ഒരു ബ്ലാക്ക് ബോഡിയുടെ എമിസീവ് പവർ എന്ന് പറയുന്നത് എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. എന്താണ് ഈ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ദാറ്റ് ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിനിൽ. കെൽവിനിലാണ് നമ്മൾ ആ ടെമ്പറേച്ചർ റെപ്രസെന്റ് ചെയ്യേണ്ടത് അല്ലെ. സോ അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന്റെ 4th പവറിന് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഇതാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ പറയുന്നത്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് എടുത്ത് പറയാം. കാരണം നമ്മൾ കണ്ടക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കുന്ന സമയത്തും കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ പഠിക്കുന്ന സമയത്തും അവിടെയൊക്കെ നമ്മുടെ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസിനാണ് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത് അല്ലെ. റേഡിയേഷനിൽ മാത്രമാണ് അത് 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആയി മാറുന്നത്. ആ ഒരു ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ഓർത്തിരിക്കുക. എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഇതാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ. സോ EB is equal to sigma, where sigma is സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സോ സിഗ്മ ഇൻറ്റു ഏരിയ, നമുക്ക് A എന്ന് പറഞ്ഞാൽ ബോഡിയുടെ സർഫസ് ഏരിയ എടുക്കാം, ഇൻറ്റു 4th പവർ ഓഫ് അബ്സല്യൂട്ട്. സോ EB is equal to sigma A T raised to 4, where sigma is the സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.67 into 10 raised to -8 watt per meter square Kelvin raised to 4. ഇതാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ യൂണിറ്റിന്റെ കോൺസ്റ്റന്റിന്റെ വാല്യൂ 5.67. പഠിക്കാൻ വളരെ ഈസി ആണ് അല്ലെ. 5, 6, 7, 8 ആ ഒരു രീതിയിൽ ഓർത്തിരുന്നാൽ 5.67 into 10 raised to -8. ഇവിടെ മൈനസ് സൈൻ ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക. സോ സിഗ്മയുടെ വാല്യൂ, സോ എമിസീവ് പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ സിഗ്മ A T raised to 4. ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ ഓർക്കേണ്ടത് T എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. That temperature should be in Kelvin. റേഡിയേഷനിൽ എല്ലാ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കെൽവിനിൽ ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കണ്ടക്ഷൻ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ ടോപ്പിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസിലാണ് പ്രൊപ്പോർഷണാലിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസുകൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും കെൽവിനിലാണെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് ഷുഡ് ബി സെയിം എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാം അല്ലേ. അതുകൊണ്ട് ആ പ്രോബ്ലം അവിടെ വരില്ല, ആ ഒരു കൺഫ്യൂഷൻ അവിടെ വരില്ല. പക്ഷെ റേഡിയേഷൻ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ മോഡിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ശ്രദ്ധ വേണം, ടെമ്പറേച്ചർ ഷുഡ് ബി ഇൻ കെൽവിൻ. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോയിൽ 4th പവർ ഓഫ്
അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ന് തന്നെ അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം നമ്മളൊന്ന് നോക്കി. ഓക്കെ, സോ ഇക്വേഷൻ കൊടുത്തിരിക്കുക എംസി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ സിഗ്മ എ ടി റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എംസി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ബി. ഒരു ബ്ലാക്ക് ബോഡിയുടെ എംസി പവർ തന്നിട്ടുണ്ട്, എത്രയാണ്? പി ആണ്. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഇസ് ഡബിൾ. അതായത് ഈ ബ്ലാക്ക് ബോഡി ഇപ്പോൾ ഇരിക്കുന്ന ടെമ്പറേച്ചർ ടി ആണെങ്കിൽ ഈ ടെമ്പറേച്ചറിനെ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. ഇറ്റ് ബിക്കംസ് 2T. അങ്ങനെയാണെങ്കിൽ എംസി പവർ എത്രയാകും എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? അതായത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ലെറ്റ്സ് സേ ടി ആണ്, ആ സമയം ബ്ലാക്ക് ബോഡിയുടെ എംസി പവർ പി ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടെമ്പറേച്ചർ എന്തായി? 2T ആയെങ്കിൽ എമിസി പവർ എത്രയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം അക്കോർഡിംഗ് ടു സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എമിസി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു 4 പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ, അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? EB1 ഡിവൈഡഡ് ബൈ EB2 ഈസ് ഈക്വൽ ടു T1 ബൈ T2 ദ ഹോൾ റൈസ് ടു 4. സോ EB1 എന്ന് പറഞ്ഞാൽ എന്താണ്? EB1 എന്ന് പറഞ്ഞാൽ പി ആണ്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ എമിസി പവർ ഓഫ് ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു T1 ബൈ T2. നമുക്കറിയാം T2 എന്ന് പറയുന്നത് 2T1 ആണ്, കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു. അപ്പോൾ ഇവിടെ T1 ബൈ T2 ന്റെ സ്ഥാനത്ത് എന്ത് വരും? T2 എന്ന് പറയുന്നത് 2T1 ആണ്. സോ ഇവിടെ 1 ബൈ 2 ഹോൾ റൈസ് ടു 4 വിച്ച് ഇസ് ഈക്വൽ ടു 1 by 16. So MC power is equal to 16 times T. Option B is the right answer. ക്ലിയർ ആണോ? അപ്പൊ ബ്ലാക്ക് ബോഡിയുടെ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഡബിൾ ചെയ്തപ്പോൾ എമിസി പവർ എത്ര ടൈംസ് ആയി? 16 ടൈംസ് ഓഫ് ഇനിഷ്യൽ എമിസി പവർ ആയി. കാരണം എമിസി പവർ എന്ന് പറയുന്നത് നമുക്കറിയാം, എമിസി പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു എമിസി പവർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. എമിസി പവർ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പൊ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ ഉറപ്പായിട്ടും എമിസി പവർ എന്ത് ചെയ്യും? അതിന്റെ 4 ടൈംസ് ആണ്, റൈസ് ടു 4 ആണ്. അപ്പോൾ ഇവിടെ 2T the whole raised to 4. അപ്പോൾ തന്നെ നമുക്കറിയാം 16T raised to 4 തന്നെ വരും. 16 ടൈംസ് എമിസി പവർ ഇൻക്രീസ് ചെയ്യും. അബ്സല്യൂട്ട് ടെമ്പറേച്ചർ പവർ 4th പവറിന്റെ പ്രൊപ്പോർഷണൽ ആണ് എമിസി പവർ. അതാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാനോട് കൺസെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ലോജിക് വഴി ആദ്യം ഡയറക്റ്റ് ആയിട്ട് ആൻസറിലോട്ട് പോവാം. അതർവൈസ് ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ കണ്ടുപിടിച്ച പോലെ ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എഴുതി തന്നെ ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസറിലോട്ട് പോകുന്ന രീതിയിലേക്ക് സിമ്പിൾ ആയിട്ട് ആൻസറിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി വെച്ച് തന്നെ സിമ്പിൾ ആയിട്ട് ആൻസറിലോട്ട് പോകാനുള്ള രീതിയിലേക്ക് എത്താൻ ശ്രമിക്കും. കാരണം കോമ്പറ്റേറ്റീവ് എക്സാംസിന് നമുക്കറിയാം എപ്പോഴും വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം എന്നുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇക്വേഷൻസ് എഴുതി തന്നെ ചെയ്തു പോവുക. ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്ത് പിന്നെ പിന്നെ വരുമ്പോൾ നമ്മൾ സിമ്പിൾ ലോജിക്ക് വഴി തന്നെ ആൻസറിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോകാം. യൂണിറ്റ് ഓഫ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്താ? ഓപ്ഷൻ എ വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ കെൽവിൻ. ഓപ്ഷൻ ബി വാട്ട് പെർ സെന്റിമീറ്റർ റൈസ് ടു 4 കെൽവിൻ. ഓപ്ഷൻ സി വാട്ട് പെർ സെന്റിമീറ്റർ കെൽവിൻ റൈസ് ടു 4. ഓപ്ഷൻ ഡി വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ കെൽവിൻ റൈസ് ടു 4. നമുക്ക് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ? എമിസി പവർ ഇസ് ഈക്വൽ ടു സിഗ്മ എ ടി റൈസ് ടു 4. അതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. എമിസി പവർ ഓഫ് എ ബ്ലാക്ക് ബോഡി ഈസ് ഈക്വൽ ടു സിഗ്മ എ ടി റൈസ് ടു 4. അപ്പൊ ഇതിൽ സിഗ്മ എന്നുള്ളതാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ്. സോ സിഗ്മ ഇസ് ഈക്വൽ ടു E ബൈ എ ടി റൈസ് ടു 4. എമിസി പവറിന്റെ യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? വാട്ട് ആണ്. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം SI യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ സ്ക്വയർ അല്ലെ? ഈ ടെമ്പറേച്ചർ എന്തിലാണ്? ഇറ്റ് ഷുഡ് ബി ഇൻ കെൽവിൻ ആണ്. സോ കെൽവിൻ റൈസ് ടു 4. അപ്പൊ നമുക്ക് എന്ത് പറയാം? വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ റൈസ് ടു 4. ഇതാണ് ഇതിന്റെ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്. അപ്പൊ അവിടെ നമുക്ക് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ഇല്ല എന്നൊരു എന്തുണ്ട്? സെന്റിമീറ്റർ സ്ക്വയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏരിയ അവിടെ സെന്റിമീറ്റർ CGS യൂണിറ്റിൽ ഏരിയ കൊടുത്തതാണ് സെന്റിമീറ്റർ സ്ക്വയർ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോമ്പിനേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. സോ ഓപ്ഷൻ ടി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ കണ്ടോ കെൽവിൻ എന്നേ ഉള്ളൂ, കെൽവിൻ റൈസ് ടു 4 ഇല്ല. അപ്പൊ അതെന്തായാലും തെറ്റാണ്. ഇവിടെയും അബ്സല്യൂട്ട് ടെമ്പറേച്ചർ 4th പവറിനാണ് സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും വരില്ല അല്ലെ? ഓപ്ഷൻ സിയിൽ എന്താ? ഏരിയ ആണ്, സെന്റിമീറ്റർ എന്നേ ഉള്ളൂ, ഏരിയ ആണ് സെന്റിമീറ്റർ സ്ക്വയർ വരുന്നത്. സോ ബെറ്റർ ഓപ്ഷൻ എന്ത് തന്നെയാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. ഇതിന്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്രയാണ്? 5.67 into 10 raised to -8 watt per meter square Kelvin raised to 4. ഇതാണ് അതിന്റെ എക്സാക്ട് വാല്യൂ. ആ വാല്യൂ ഒന്ന് അപ്പൊ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് മേ ബി അങ്ങനെയും ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക്.
ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിലെ സ്റ്റീഫൻ ബോൾട്ട്സ്മാൻ ലോ എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നമ്മുടെ മുന്നിലേക്ക് വരുന്ന രീതിയിൽ റിലേഷൻ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. അവിടെ MEC4 എന്ന് പറയുന്നത് എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാ വരുന്നത്? 4th പവർ ഓഫ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണെന്നുള്ള കാര്യം മറന്നുപോകും. അതിനെ ബേസ് ചെയ്തുള്ള റിലേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ വരാം, അല്ലെങ്കിൽ സിമ്പിൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ വരാം. ഇങ്ങനെ വേണമെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ചോദ്യങ്ങൾ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എൻട്രി ആപ്പിലെ മെക്കാനിക്കൽ കോഴ്സസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത എൻട്രി ക്വസ്റ്റ്യൻ ബ്രേക്ക് ഡൗൺ സീരീസിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ കൺസെപ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ.